നമുക്ക് അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാ സാധനങ്ങൾക്കും വില കൂടിക്കൊണ്ടിരിക്കുക. ഇപ്പോഴത്തെ ഒരു മംഗളത്തിൻ്റെ ഒരു ന്യൂസാണ്, വിലയിൽ പൊള്ളലും നീറ്റലും അടുക്കളയിൽ ചെലവേറുന്നു. അടുക്കള ബജറ്റിൻ്റെ താളം തെറ്റിച്ച് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം. നിത്യോപയോഗമായിട്ട് എല്ലാ സാധനങ്ങൾക്കും വില കൂടും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എങ്ങനെ ഇനി മുന്നോട്ടുള്ള ആൾക്കാരുടെ ജീവിതം, സാധാരണക്കാരെ സംബന്ധിച്ച് ഇത് താങ്ങാൻ പറ്റുന്നൊരു ഇതല്ല. പച്ചക്കറികൾക്കും പലവ്യഞ്ജനങ്ങൾക്കൊക്കെ വില കൂടുതൽ. സവാള, ഉള്ളി, വെളുത്തുള്ളി എന്നിവയുടെ വിലയാണ് ആഴ്ചകളായി കുറയാതെ നിൽക്കുന്നത്. തേങ്ങയുടെ കാര്യത്തിൽ ഏറ്റവും കനത്ത തിരിച്ചടിയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. തേങ്ങയ്ക്ക് വില കൂടിക്കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും വെളിച്ചെണ്ണയ്ക്ക് വില കൂടും. കിലോയ്ക്ക് 70 തൊട്ട് 80 രൂപ വരെയാണ് വില വരുന്നത്. തേങ്ങാ വില വർദ്ധിച്ചപ്പോൾ വെളിച്ചെണ്ണ വിലയും കൂടി. അതെ, അത് തന്നെ പറയുന്നു. തേങ്ങാ വില വർദ്ധിച്ചതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയുടെ വിലയും കൂടിയിരിക്കുകയാണ്. വെളിച്ചെണ്ണ കിലോയ്ക്ക് 240 മുതൽ 260 രൂപ വരെയായി. ബ്രാൻഡഡ് വെളിച്ചെണ്ണയ്ക്ക് ഇതിലും അധികം നൽകണം. ചിലവർ ബ്രാൻഡഡ് തന്നെ നോക്കിയെടുക്കുന്നവരുണ്ട്. പക്ഷെ അതെല്ലാവരെയും കൊണ്ടും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. പക്ഷെ എന്നാലും പറയുന്നത് 240 തൊട്ട് 260 രൂപ വരെയൊക്കെ ആയെന്നാണ് പറയുന്നത്. നമുക്ക് എല്ലാ കറിക്കകത്തും എല്ലാത്തിലും വെളിച്ചെണ്ണയൊക്കെ അത്യാവശ്യമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വിലക്കയറ്റം ഭയങ്കര ബുദ്ധിമുട്ടിലാക്കും ജനങ്ങളെ. ഉൽപാദനം കുറഞ്ഞതും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വരവ് കുറഞ്ഞതുമാണ് നാളികേരത്തിനും ഉൽപ്പന്നങ്ങൾക്കും വില വർദ്ധിക്കാൻ കാരണം. സവാള വിലക്ക് കിലോയ്ക്ക് 80 രൂപയായിട്ട് ഒരു മാസത്തോളമായി ലഭ്യത കുറവ്. സവാളയുടെ വില കൂടിയിട്ട് നമ്മൾ കുറേ ആയിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. കിലോയ്ക്ക് 80 രൂപയായിട്ട് ഒരു മാസത്തോളമായി അത് ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലാണ് സവാളയുടെ കാര്യത്തിൽ എല്ലാവരും. ലഭ്യതക്കുറവാണ് ഇതിനും കാരണമായി പറയുന്നത്. മുമ്പ് കിലോയ്ക്ക് 20 തൊട്ട് 30 വരെയുള്ള ഇടയ്ക്ക് ആയിരുന്നു ഇതിൻ്റെ വില വന്നിരുന്ന സവാളയ്ക്ക്. മഹാരാഷ്ട്രയിലെ നാസിക്കിലാണ് സവാള കൃഷി വ്യാപകമായുള്ളത്. മൊത്ത വ്യാപാര കേന്ദ്രങ്ങളും അവിടെ തന്നെയാണുള്ളത്. ഒക്ടോബറിലെ കനത്ത മഴ സവാള കൃഷിക്ക് ഒക്ടോബറിലെ കനത്ത മഴ ഒരു തിരിച്ചടിയായാണ് സംഭവിച്ചത്. ഇതിൻ്റെ ഫലമായിട്ടാണ് ഈ കയറ്റുമതി ഇറക്കുമതിയിൽ തടസ്സങ്ങൾ വന്നതും ഇത് വില കൂടുതലിനുള്ളൊരു കാരണം. വെളുത്തുള്ളി വില ഒരു വേള കിലോയ്ക്ക് 440 രൂപയോളം എത്തി. അമ്പരിപ്പിച്ചിട്ട് നമ്മൾ വെളുത്തുള്ളി വാങ്ങിക്കാനൊക്കെ കടയിൽ ചെല്ലുമ്പോൾ ആൾക്കാർ പറയുന്നത് എന്താ സ്വർണം വാങ്ങിക്കാൻ വരുന്ന ആളോ, അങ്ങനത്തെ ഒരു രീതിക്കൊക്കെ പറയാം. നേരം അത്രത്തോളം വിലയായിരുന്നു. നിലവിൽ ചില്ലറ വില 380 എത്തിയത് നേരിയ ആശ്വാസമാണെങ്കിലും മുമ്പ് 90 മുതൽ 120 വരെ ഉണ്ടായിരുന്നുള്ളൂ. കാലാവസ്ഥയിലെ മാറ്റങ്ങളാണ് വെളുത്തുള്ളിക്കും പ്രഹരമായത്. ചെറിയ ഉള്ളിക്കും ഇപ്പോൾ ഏറെ വില കൊടുക്കണം. കിലോയ്ക്ക് 80 രൂപയായിട്ട് മാസങ്ങളായി. ഉള്ളിയുടെ ഒരു ഇതൊക്കെ പറയുന്നത്, ഉള്ളി പൊളിച്ച കണ്ണ് നീറുന്നതിൻ്റെ റിലേറ്റഡ് കുറേ വാർത്തകളൊക്കെ വന്നിരുന്നു. കാര്യം അത്രത്തോളം വിലയായിരുന്നു ഉള്ളിക്കും. അപ്പം അതൊക്കെ തന്നെയാണ് പറയുന്നത്. ഉള്ളിയൊക്കെ നമുക്ക് എല്ലാ കറിക്കകത്തും അത്യാവശ്യമാണ്. അതെ, പ്രത്യേകിച്ചും മലയാളികൾ അതെ, ഉള്ളി ഒഴിവാക്കി നമുക്കൊരു കറിയില്ല. പുതിയ സീസണിലെ വിളവെടുപ്പിന് ശേഷമേ ഇനി വിലയിൽ കുറവുണ്ടാകാനിടയുള്ളൂ. നമുക്ക് പ്രതീക്ഷിക്കാം ഇതിങ്ങനെ പോവാതെ വിലക്കുറവ് വരട്ടെ, എന്നാലേ നമുക്കൊക്കെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം അതെ, സാധാരണക്കാരുടെ ബഡ്ജറ്റാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാകുന്നത് ഇതിലൂടെ. അതെ, അപ്പം വില കുറഞ്ഞ് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിക്ക് ഒരു വില വരട്ടെ എന്ന്. ഇതിപ്പോൾ ഓരോ ദിവസം കൂടുന്തോറും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കയറ്റുമതി ഇറക്കുമതിയിലെ പ്രശ്നങ്ങളും കാലാവസ്ഥയിലെ വ്യതിയാനങ്ങളും ഒക്കെയാണ് അതിനൊക്കെ തടസ്സമായിട്ട് നിൽക്കുന്നത്. അതൊക്കെ മാറി വില കുറയട്ടെ എന്ന്, കുറയുന്നതിനെ പ്രതീക്ഷിക്കാം നമുക്ക്.